നിത്യജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പം എങ്ങനെ നടക്കാം? നിത്യജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നത് യേശുവിനോടുള്ള ആഴത്തിലുള്ള വ്യക്തിഗത ബന്ധത്തിൽ ജീവിക്കുന്നതായാണ്. ദൈവത്തിന്റെ സാന്നിധ്യം, ഉപദേശങ്ങൾ, മാതൃക എന്നിവ നമ്മുടെ ഓരോ ചിന്ത, തീരുമാനം, പ്രവർത്തനങ്ങളിലും മാർഗദർശനം നൽകണം. ഇത് വെറും ഞായറാഴ്ചയോ പ്രത്യേക പ്രാർത്ഥനയോ മാത്രമല്ല, മറിച്ച് വിശ്വാസത്തിന്റെ, അനുസരണയുടെ, സ്നേഹത്തിന്റെ തുടർച്ചയായ യാത്രയാണ്. അത് നമ്മുടെ സ്വഭാവത്തെയും മുൻഗണനകളെയും രൂപപ്പെടുത്തുന്നു. ക്രിസ്തുവിനൊപ്പം നടക്കുന്നതിന്റെ ആദ്യഘട്ടം പ്രാർത്ഥനയുടെയും ബൈബിൾ അധ്യായത്തിന്റെയും മുഖാന്തിരം വ്യക്തിഗത ബന്ധം വളർത്തലാണ്. പ്രാർത്ഥന ഹൃദയത്തെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നു. ഇത് സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുക. പ്രതിദിന ആശയവിനിമയത്തിലൂടെ വിശ്വാസികൾക്ക് നന്ദി അറിയിക്കുകയും മാർഗദർശനം തേടുകയും പാപങ്ങൾ സമ്മതിക്കുകയും മറ്റുള്ളവർക്കായി ഇടപെടുകയും ചെയ്യുന്നു. ബൈബിൾ വായിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനും സഹായിക്കുന്നു. പവിത്രമായ വചനങ്ങൾ ഒരു ആത്മീയ താൽപര്യം നൽകുന്നു. ക്രിസ്തുവിനൊപ്പം നടക്കുന്നത് അനുസരണയും വിശ്വാസവുമുള്ള ജീവിതം കൊണ്ടും വ്യക്തമാകുന്നു. യഥാർത്ഥ വിശ്വാസം പ്രവൃത്തികളിൽ കാണപ്പെടുന്നു. യോഹന്നാൻ 14:15 യേശു പറഞ്ഞു, "നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കണം." ഇത് സത്യസന്ധത, ക്ഷമ, കാരുണ്യം, വിനയം എന്നിവയിലൂടെ ബൈബിളിൽ സിദ്ധാന്തങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അനിശ്ചിതത്വത്തിലും വേദനകളിലും ദൈവത്തിന്റെ പദ്ധതികളിൽ വിശ്വാസം വയ്ക്കൽ അതിന്റെ ഭാഗമാണ്. മറ്റൊരു പ്രധാന ഘട്ടം വിശ്വാസികളുമായി സഹവാസമാണ്. ക്രിസ്തീയ വിശ്വാസം ഒറ്റയ്ക്ക് ജീവിതം നയിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആരാധന, പഠനം, സേവനം എന്നിവയിലൂടെ കൂടി പങ്കുവെക്കുന്നത് പിന്തുണ, ഉത്തരവാദിത്വം, വളർച്ചയുടെ അവസരങ്ങൾ നൽകുന്നു. സമൂഹത്തിൽ വിശ്വാസികൾ ഭാരം പങ്കിടുകയും അനുഗ്രഹങ്ങൾ ആഘോഷിക്കുകയും പരസ്പരം വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സഭ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ജീവനുള്ള പ്രതിഫലനമായി മാറുന്നു. ക്രിസ്തുവിനൊപ്പം നടക്കുന്നത് മറ്റുള്ളവർക്കായി ത്യാഗപരമായി സേവനം ചെയ്യലും ആവശ്യമാണ്. യേശു സേവന നേതൃത്വത്തിന്റെ മാതൃകയായി. ശിഷ്യരുടെ പാദങ്ങൾ കഴുകുകയും വിദൂരർക്കുള്ളവരോടും കൈ ഉയർത്തുകയും ചെയ്തു. സ്നേഹം, ദാനശീലം, കാരുണ്യം